ഓക്കെ, തേർഡ് ചാപ്റ്റർ പഠിക്കാം. തേർഡ് ചാപ്റ്റർ ഇൻ ദാറ്റ് സ്റ്റാർട്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ് ഇതൊക്കെയാണ്. ലേൺസിയിലെ പ്ലേറ്റ്സെ und Gebäude benennen, Fragen zu Orten stellen, Texte einer Bildgeschichte zuordnen, Dinge erfragen, Verkehrsmittel benennen, nach dem Weg fragen und einen Weg beschreiben, Texte mit internationalen Wörtern verstehen, Article lehnen. ഗ്രാമാറ്റിക് പോർഷൻ വരുന്നത് ദർദി ദസ്തി എന്ന് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു. ഉൻബെസ്റ്റിൻ്റെ ആർട്ടിക്കിൾ ഐൻ ഐൻ ഐനെ, കൈൻ ഖൈൻ ഖൈനെ, ഇമ്പരാറ്റീവ് മിറ്റ്സി. ഓക്കെ, ഇൻ ദർ സ്റ്റെറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ മാച്ച് ചെയ്യണമായിരിക്കും. ഹാംബുർഗ്. ഓക്കെ, ഇത് ഹാംബുർഗാണ്. Hören Sie welches Foto passt? Nehmen Sie Fotos. ഓക്കെ ഓക്കെ, എന്തായാലും ഇത് വായിക്കാം. ദർ മാർക്കറ്റ്. ഇവർ എല്ലാം ഹാംബുർഗിനെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ദർ മാർക്കറ്റ് ഇസ് യൂബർ 220 Jahre alt. Hier kann man fast alles kaufen. Nicht nur Fisch. Pro Jahr kommen 5 Millionen Besucher. Okay. Der Market ist über 220 Jahre alt. 220 Jahre alt. മാർക്കറ്റ് 220 വർഷം പഴക്കമുണ്ട്. ഹിയർ കാൻ മാൻ അല്ലെ മൻ കാൻ എന്ന് വെച്ചാൽ മാൻ ക്യാൻ എന്നാണ് അർത്ഥം. നമ്മൾ പറയില്ലേ മൻഖാൻ, അതൊരു ഫ്രേസാണ്. അതൊരു നമ്മളിങ്ങനെ പറയാ, നമുക്ക് വൺ ക്യാൻ, മാൻ ക്യാൻ അല്ലെങ്കിൽ വൺ ക്യാൻ എന്ന് പറയും. വൺ ക്യാൻ ഡൂ ദിസ്, വൺ ക്യാൻ ടോക്ക് ടു ലോട്ട് ഓഫ് പീപ്പിൾ, വൺ ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആൾക്കാർക്ക് മൊത്തത്തിൽ ജനറലായിട്ട് പറയില്ലേ, ആൾക്കാർക്ക് എന്ന് പറയില്ലേ നമ്മൾ. അതായത് ആൾക്കാർക്ക് പല സാധനങ്ങൾ മേടിക്കാം, ഈ സ്ഥലത്ത് നിന്ന് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ജനറലായിട്ട് എല്ലാവരെയും കളക്റ്റീവായിട്ട് പറയാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് വൺ ക്യാൻ, മൻ ഖാൻ. ഇത് ഇവിടെ ആദ്യം വെർബ് ഇട്ടതുകൊണ്ട് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വെർബ് എഴുതണം. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹിയർ കൺമാൻ ഫാസ്റ്റ് ആലസ് കൗഫൻ നിഷ്ടുനൂർ ഫിഷ്. എല്ലാം മേടിക്കാം, ഫിഷ് മാത്രമല്ല എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. ഒത്തിരി വിസിറ്റേഴ്സ്, ബസൂഹർ വിസിറ്റർ, ഒത്തിരി വിസിറ്റേഴ്സ് ഉള്ള ഒരു സ്ഥലമാണിത്, മാർക്കറ്റ്. ഇതാണ് മാർക്കറ്റിൻ്റെ പിക്ചർ. അതെ, ഇതാണ് മാർക്കറ്റിൻ്റെ പിക്ചർ. ഹാംബുർഗിലെ മാർക്കറ്റാണ്. ഓക്കെ, അടുത്തെന്താ പറയുക? റാറ്റ് ഹൗസ്. ദസ് റാറ്റ് ഹൗസ്. റാറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗവൺമെൻറ് ബിൽഡിംഗ്. എക്സാക്ട് മീനിങ് ആയിട്ട് നോക്കാം. ദസ് റാറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തായിരുന്നത്, ടൗൺ ഹാൾ. അത് തന്നെ, ടൗൺ ഹാൾ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ്, അവിടുത്തെ സിറ്റി ബിൽഡിംഗ്, ടൗൺ ഹാൾ, സിറ്റി ഹാൾ. അതന്നെ, ടൗൺ ഹാൾ. In Hamburg besuchen jedes Jahr mehr als 100.000. ഇത് 100, അപ്പോൾ 100.000 Menschen aus aller Welt. Es ist über 110 Jahre alt. 110 വർഷം പഴക്കമുണ്ട്. Das Rathaus ist 111 Meter breit und der
Turm in der Mitte ist 112 Meter hoch. Breit എന്താണ്? ബ്രൈറ്റ് ഹൈറ്റ് ആയിരിക്കും. വൈഡ് ഓക്കെ. ബ്രൈറ്റും ഹ്യോഹ് ഹൈറ്റും. ഇത് വിഡ്ത്ത്, വൈഡ്, ഇത് ഹൈ, ഹ്യോഹ്. ദ ടുർം ഇൻ ദർ മീറ്റർ ഈസ്റ്റ് 100. ഇതാണ് ടുർം. ടവർ. ഓക്കെ. ടൗൺ ഹാള് 100,000 ആൾക്കാർ അല്ലേ, 100,000 ആൾക്കാർ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഇത് ഈ പറയുന്ന ഹാംബുർഗിലെ റാറ്റ് ഹൗസ് കാണാൻ വരുന്നുണ്ട്. അത്രയും വിസിറ്റേഴ്സ്, ഇത്രയും ടൂറിസ്റ്റുകളുണ്ട്. 110 വർഷം പഴക്കമുണ്ട്. ഇത്രയും വിഡ്ത്തുണ്ട്. 111 മീറ്റർ വിഡ്ത്തുണ്ട്. 112 മീറ്റർ ഹൈറ്റും ഉണ്ട്. അടുത്തത് 2 terminals. 2 Terminals, 60 Airlines und 125 Ziele auf der ganzen Welt. Das ist der Hamburger Flughafen. Okay. That is the Hamburg Flughafen. Flughafen എന്താ? Was ist Flughafen? Airport. എയർലൈൻസ്, ടെർമിനൽസ്, വെൽറ്റ്, വേൾഡ്. രണ്ട് ടെർമിനലുണ്ട്, 60 എയർലൈൻസ് ഉണ്ട്, 125 സീലെ ഔഫ് ദർ ഗാൻസൺ വെൽറ്റ്. സീലെ ഔഫ് ദർ ഗാൻസൺ വെൽറ്റ്. ഡെസ്റ്റിനേഷൻസ് അറൗണ്ട് ദ വേൾഡ്. ഓക്കെ. അവിടുന്ന് ഈ പറഞ്ഞ 125 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 125 ഡെസ്റ്റിനേഷൻസ് സീലെ. അതാണ് ഫ്ലൂഹാഫൻ, ഹാംബുർഗിലെ ഫ്ലൂഹാഫൻ. ഹിയർ ഗിപ്റ്റ് es mehr als 60 Geschäfte und Restaurant. Geschäfte ഷോപ്പ്, കടകൾ. ഗഷേഫ്റ്റയും റെസ്റ്റോറൻറ്റും, 60ഓളം റെസ്റ്റോറൻറ്റും ഇതൊക്കെ ഉണ്ട് ഈ എയർപോർട്ടിൽ നിന്ന്. ഓക്കെ. അടുത്തത് ഹാഫൻ, പോർട്ട്, തീരം. 12,000 Schiffe pro Jahr. Das ist der Hamburger Hafen. 12,000 അതാണ് കറക്റ്റ്. 12,000 ഷിപ്പ് പെർ ഇയർ വന്നു പോകുന്ന ഒരു തീരമാണ് ഈ ഹാംബുർഗ് ഹാഫൻ. ദർ ഹാഫൻ. ദി ഷിഫെ ഫാരൻ ഇൻ 900 സ്റ്റേറ്റ് in 175 Länder. Der Hafen liegt an der Elbe. The Schiffe fahren in ഈ ഷിപ്പുകൾ ഏകദേശം 900 സിറ്റീസിലേക്ക് ട്രാവൽ ചെയ്യും, 175 കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യും. ഈ പോർട്ട് ഇരിക്കുന്നത് അന്തർ എൽബെ. ലീക്ട് അന്തർ എൽബെ. ഇത് സ്ഥലമാണോ? ലീക്ട് അന്തർ എൽബെ. ലൈസ് ഓൺ ദ എൽബെ. അതൊരു സ്ഥലമാണ്. ദി എൽബെ ഈസ്റ്റേൺ ഗ്രോസസ് പ്ലസ്. ഓക്കെ എൻഷൂൾഡിങ്, മൈ ബാഡ്. എൽബെ അത് ഹാംബുർഗറിലെ ഒരു റിവറാണ്. ആ റിവറിലാണ്, ഈ എൽബെ എന്ന് പേരുള്ള ഈ ഫ്ലുസ്സിലാണ് എന്തുള്ളത്, ഈ പോർട്ടുള്ളത്, ദർ ഹാഫനുള്ളത്. ബിസും മിയർ സിൻറ്റ് എസ് സിർക്ക 100 കിലോമീറ്റർ. ബിസും മിയർ 100
അൺടിൽ ദ സീ 100 മീറ്റർ അപ്പുറം കടലാണ്. സിൻഡ് എസ് സിർക്ക 100. ഇറ്റ് ഈസ് അബൌട്ട് 100 കിലോമീറ്റേഴ്സ് ടു ദ സീ. ഓക്കെ, 100 കിലോമീറ്റർ അപ്പുറം കടലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ? ദർ മിഹേൽ eine Kirche. ദർ മിഹേൽ അല്ലേ? ഔസ്പ്രാഹെ നോക്കാം. ദർ മിഹേൽ. Der Michel. Der Michel. Eine Kirche ist the symbol von Hamburg. അത് സിമ്പിൾ തന്നെയാണ്. അതൊരു സിമ്പിളാണ് ഹാംബുർഗിനെ പറ്റി. ഹിയർ ഈസ് പ്ലാറ്റ്സ് ഫിയോർ 2500 മെൻഷൻ. ദ ടൂർം ഇസ്റ്റ് 132 ഹ്യോഹ്. അതിൻ്റെ ടവറിന് ഇത്രയും മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇൻ 82 മീറ്റർ ഹ്യോഹെ ഈസ്റ്റ് eine പ്ലാറ്റ്ഫോം. 82 മീറ്റർ വലുപ്പത്തിൽ സ്റ്റ്യൂഫൻ ഫ്ലോർ അല്ലേ? ചെക്ക് ചെയ്തിട്ട് പറയാം. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഫോൺ ഹിയർ കൺമാൻ ദെൻ ഹാഫൻ സെയിൻ. ഓക്കെ, മൊത്തം ടവർ 132 അടിയുണ്ട്. അതിനകത്ത് 82 അടി ഹൈറ്റിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർക്ക് ഹാംബുർഗ് പോർട്ട് ഫുള്ള് കാണാൻ പറ്റും അത്ര. സ്റ്റ്യൂഫൻ എന്ന് വെച്ചാൽ നില, ഫ്ലോർ ആണെന്ന് തോന്നുന്നു, അറിയില്ല. സ്റ്റ്യൂഫൻ സ്റ്റെപ്സ്. ആഫ്റ്റർ 453 സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റ്യൂഫൻ സ്റ്റെപ്സ്. സ്റ്റെപ്സിന് വേറൊരു പേരും കൂടി ഉണ്ട്, ട്രപ്പേ സ്റ്റെപ്സ്. ട്രപ്പേ സ്റ്റെപ്സ്. ഇതും സ്റ്റെപ്സാണ്. സ്റ്റ്യൂഫൻ സ്റ്റെപ്സാണ്, ട്രപ്പേ സ്റ്റെപ്സാണ്. ഇനി അടുത്തത് In 8 Stunden nach Warschau, in 8 Stunden nach München, in 4 Stunden nach Kopenhagen, in 2 Stunden nach Berlin. Jeden Tag fahren am Hamburger Bahnhof 720 Züge. Was ist das? ഓരോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞേക്കുക. വാർഷാവിൽ നിന്ന് 8 കിലോമീറ്റർ, മ്യൂൻഷനിൽ നിന്ന് 6 കിലോമീറ്റർ, കോപ്പൻഹാഗൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 4 മണിക്കൂർ, കിലോമീറ്റർ അല്ല 4 മണിക്കൂർ, ബെർലിനിൽ നിന്ന് 2 മണിക്കൂർ. ഇത്രയും ദൂരത്തിലാണ് ഇതിന് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. ഹാംബുർഗർ ബാനോഫ്. വസസ് ബാനോഫ് റെയിൽവേ സ്റ്റേഷൻ. അതിൽ കൂടെ സുഗ് ട്രെയിൻ, സ്യൂഗെ ട്രെയിൻസ്, ഒന്നിൽ കൂടുതൽ ട്രെയിൻസ്, 720 ട്രെയിൻസ് പോകും. ഇത് അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ കണ്ടു? ഇതൊരു ഹാംബുർഗിലെ മാർക്റ്റാണ്, ദർ മാർക്റ്റ്. ഇതെന്താ? ഇത് ഹാംബുർഗിലെ റാറ്റ് ഹൗസ് ആണ്, ദസ് റാറ്റ് ഹൗസ്. ഇതെന്താ? ദിസ് ഈസ് ഫ്ലൂഹാഫൻ എയർപോർട്ട്. ഓക്കെ, ഇതെന്താ എഴുതിയിട്ടുണ്ട് അവർ? ദർഹാഫൻ പോർട്ട്. ഇതെന്താ? ഐനെ അല്ലെങ്കിൽ ദി വെച്ച് എഴുതാം, ദി കിർഹെ. ക്യാപിറ്റൽ എഴുതാം. ഓക്കെ, ഇതെന്താ? ദർ ബാനോഫ്. ഓക്കെ.
Hamburg, hören Sie welches Fotos pass? Nummern Sie die Fotos. ഓക്കെ, ഹ്യോറൻ വയ്ക്കാം. Kapitel 3 In der Stadt. Aufgabe 1a 1. Der Hafen. 12.000 Schiffe pro Jahr. Das ist der Hamburger Hafen. Die Schiffe fahren in 900 Städte, in 175 Länder. Der Hafen ആദ്യത്തത് ഹാഫിനെ പറ്റി. 2. ഇനി അടുത്തത് Der Fischmarkt. Der Markt ist über 220 Jahre alt. Hier kann man fast alles kaufen, nicht nur Fisch. Pro Jahr 3. Das Rathaus. Das Rathaus in Hamburg besuchen jedes Jahr mehr als 100.000 Menschen aus aller Welt. Es ist über 110 Jahre alt. Das Rathaus. 4. Auf Gleis 3 bitte zurückbleiben. Der Zug fährt ab. Der Bahnhof. In 8 Stunden nach Warschau, in 6 Stunden nach München, in 4 Stunden nach Kopenhagen, in 2 Stunden nach 5. Die Kirche. Der Michel, eine Kirche, ist das Symbol von Hamburg. Hier ist Platz für 2500 Menschen. Der Turm ist 132 Meter hoch. In 82 Metern Höhe. 6. Liebe Fluggäste, wir bitten Sie, Ihr Gepäck nicht unbeaufsichtigt zu lassen. Bitte melden Sie. Der Flughafen. 2 Terminals, 60 Airlines und 125 Ziele auf der ganzen Welt. Das ist der Hamburger Flughafen. Hier gibt es ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? വിച്ച് ഫോട്ടോസ് വെൽഹസ്, വിച്ച് ഫോട്ടോ പാസ്, ന്യൂമൻ സി ദി ഫോട്ടോസ്. അവർ പറയുന്ന ഓർഡറിൽ ഓരോ ഫോട്ടോസും നമ്പർ ഇടാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഓർഡറിൽ നമ്മൾ ഏതൊക്കെ ഫോട്ടോനെ പറ്റിയാണോ അവർ സംസാരിച്ചത് അതിന് നമ്പേഴ്സ് ഇട്ടു. അടുത്തത് വാസസ് ദസ് ഷ്രൈബൻ സി ദി പസൻറ്റൻ വ്യോട്ടർ സു ദേൻ ഫോട്ടോസ്. ഓക്കെ, ഇതായിരുന്നു ആക്ച്വലി ഇവിടെ എഴുതേണ്ടത്. അതിനെ നമ്മൾ എഴുതിയേക്കണം. ദർ ബാനോഫ്, ദി കിർഹെ, ദർ ഫ്ലൂഹാഫൻ, ദർ ഫിഷ് മാർക്റ്റ്. ദർ ഫിഷ് മാർക്റ്റ് ആണ്, വെറും മാർക്റ്റ് എന്നാണ് കണ്ട് എഴുതി. ഓക്കെ, ഫിഷ് മാർട്ട് എന്ന് എഴുതിയേക്കാം. പിന്നെന്താ, ദസ് റാറ്റ് ഹൗസ്, ദർ ഹാഫൻ. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്. ഫ്ലൂഹാഫൻ, ദർ ഫ്ലൂഹാഫൻ, ദർ ഫ്ലൂഹാഫൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ദറാണ് കേട്ടോ. പള്ളി ദി ആണ്, ചേർച്ച് ദി ആണ്. റാറ്റ് ഹൗസ് ദസ്സാണ്, ഹൗസ് ദസ് ഹൗസാണ്, ദസ് ഹൗസ്. അപ്പോൾ റാറ്റ് ഹൗസ് എന്ന് വന്നതുകൊണ്ട് ദസ് റാറ്റ് ഹൗസ് തന്നെ വരും. ഹാഫൻ പോർട്ടും ദറാണ്, മാർക്കറ്റും ദർ. അപ്പോൾ മാർക്കറ്റ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, പോർട്ട് എല്ലാം ദർ. റാറ്റ് ഹൗസ് ദസ്, കിർഹെദി. അത്രയും വ്യോട്ടർ പഠിച്ചില്ലേ? ലെസൺ സി ഉണ്ട് എർഗെയിൻസൺ സി ദി സാലൻ. ഓക്കെ, വായിച്ച് ഇത് ഫില്ല് ചെയ്യാൻ. ഓക്കെ, ഈ പാസേജിൽ കൊടുത്തേക്കുന്ന പോലെ ഇതിൻ്റെ വർഷം ഫില്ല് ചെയ്യാൻ. ഓക്കെ, റാറ്റ് ഹൗസ് 100,000 മെൻഷൻ ഇയർലി യൂബർ ഡാഷ് ആർട്ട്. എത്രയായിരുന്നു റാറ്റ് ഹൗസ്? എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു? 100 Jahre alt. ടൂറിന് എന്തോരം ഹൈറ്റ് ഉണ്ടായിരുന്നു? 112. അടുത്തത് ഫ്ലൂഹാഫൻ. എത്ര ടെർമിനൽ? സ്വൈ ടെർമിനൽ, 60 എയർലൈൻസ്. സ്വൈ ടെർമിനൽ എയർലൈൻസ് അല്ല, സേലെ. ഡെസ്റ്റിനേഷൻസ് 125 സേലെ ഡെസ്റ്റിനേഷൻ. ഫിഷ് മാർക്കറ്റ് എത്ര വർഷം?
220. 220. എത്ര ബസൂഹർ, എത്ര വിസിറ്റേഴ്സ്? 5 million. 5 million. Million oder Millionen. 5 Millionen. ഹാഫൻ എത്ര ഷിപ്പ് പെർ ഇയർ? ഒരു വർഷം എത്ര ഷിപ്പ് പോകുന്നുണ്ട്? 12,000 ഷിപ്പ്. 12,000 ഷിപ്പ്. എത്ര ലെയിൻറ്റൺ? എത്ര കൺട്രീസ്? 570 ലെയിൻറ്റൺ. കിർഹെ മിഹേൽ പ്ലാറ്റ്സ് ഫിയോർ 2500 Menschen. Turme 132 Meter hoch. Plattform nach എത്രാമത്തെ സ്റ്റ്യൂഫൻ, എത്രാമത്തെ സ്റ്റെപ്പിന് ശേഷം? 453. ബാനോഫിൽ എന്തോരം സ്യൂഗെ പോകുന്നുണ്ട്? 720 Züge pro Tag. Sammeln Sie Informationen und Zahlen über Ihre Stadt oder Ihren Ort. Bringen Sie auch Fotos mit. ഓക്കെ, ഇത് ജസ്റ്റ് പറഞ്ഞേക്കണേ സാമൽന്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കണേ. സാമനല്ല, സാമലല്ല, സാമൽന്. ഓക്കെ. Sammeln. നമ്മൾ ഡോയ്ഷിൽ എപ്പോഴും എല്ലാ ആൽഫബറ്റ്സും പ്രൊണൗൺസ് ചെയ്യും. നമ്മൾ ഓരോ ആൽഫബറ്റ്സും സൈലൻറ്റും അല്ല, ഒന്നും സ്കിപ്പ് ചെയ്യുന്നുമില്ല. നമ്മൾ എല്ലാ ആൽഫബറ്റ്സും ആക്ച്വലി സൈലൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് സേയനാണ്, സേഹൻ എന്നില്ല, സേയൻ അങ്ങനെ സൈലൻ്റ് ഉണ്ട്. പക്ഷെ അതർ ദാൻ ദാറ്റ്, അതൊരു റൂളാണ്, നമ്മൾ പഠിക്കും. അതർ ദാൻ ദാറ്റ് യൂഷ്വലി നമ്മൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇർ അല്ലെങ്കിൽ എർ അല്ലെങ്കിൽ ഈ എ ആ ഹ് സി എച്ച് ഹ് എല്ലാം കുറച്ച് സ്ട്രെസ് ചെയ്ത് തന്നെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യണം, എന്നാലേ നമ്മുടെ ആവശ്യപ്രായ ശരിയാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇത് ELN ആണ് അവസാനം. അപ്പോൾ സാമൽന് അതങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യണം. സാമൽന് കളക്ട്, ടു കളക്ട്. സാമൽ സി ഇൻഫോർമാസിയോണൻ ഉണ്ട് സാലൻ യൂബർ ഇയറെ സ്റ്റാർട്ട് ഓദർ ഇയറൻ ഓർട്ട്. നിങ്ങളുടെ സിറ്റീനെ പറ്റിയോ നിങ്ങളുടെ സ്ഥലത്തെ പറ്റിയോ ഇപ്പോൾ ഇവർ കൊടുത്തേക്കുന്ന പാസേജിലെ പോലെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം, ഫോട്ടോസും കൊണ്ടുവരാൻ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഒരാൾ ലിസബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി എഴുതിയേക്കുന്നതാണ്. ഫ്ലൂഹാഫൻ 2 ടെർമിനൽ, ഇത്രയും പാസഞ്ചേഴ്സ്, പോർട്ടുണ്ട്, 10 കിലോമീറ്റർ വലിയ പോർട്ടുണ്ട്, ഇത്രയും ഷിപ്പിന് ഇത് ചെയ്യാം. വാസ്കോഡഗാമ പോർട്ടുണ്ട്. പോണ്ടെ വാസ്കോഡഗാമ, പോണ്ടെ അത് പോണ്ടാണോ? പോണ്ട് പോണ്ട് ബ്രിഡ്ജാ? ഓക്കെ. ഓ, ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന പോണ്ടെ വാസ്കോഡഗാമയാണ്. ഓക്കെ. ലിസബോൺ അതെവിടുത്തെ സ്ഥലമാണെന്ന് നോക്കട്ടെ, ജസ്റ്റ് ക്യൂരിയോസിറ്റി. ലിസബോൺ പോർച്ചുഗലിലെ ഒരു സിറ്റിയാണ്. ഓക്കെ, ലിസബോൺ വെരി പ്രിട്ടി. ലിസബോണിലെ പോണ്ടെ വാസ്കോഡഗാമ, ലിസബോൺ. നൈസ്. ഊഫ്, 17 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ബ്രിഡ്ജാണിത്. ഇറ്റ്സ് വെരി പ്രിട്ടി, ഒന്നും പറയാനില്ല. പോർച്ചുഗീസ്, നൈസ്. ഓക്കെ, അതുപോലെ നമ്മുടെ സിറ്റിയിലെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാം. നെക്സ്റ്റ്, ദി ടാക്സി ഫാർട്ട്. ടാക്സി ട്രാവൽ, ടാക്സി ഡ്രൈവ്, ഫാർട്ട് ടാക്സി ഡ്രൈവ് അല്ലേ?
The taxi fart. Taxi drive. The taxi fart. Cab ride. അതന്നെ ടാക്സി റൈഡ് അല്ലെങ്കിൽ ഡ്രൈവ്. ടാക്സി റൈഡ് ഒരേ മീനിങ് തന്നെ. ദർ വെഗ് സും ഹോട്ടൽ. ദർ വെഗ് വഴി അല്ലെങ്കിൽ പാത്ത്, അങ്ങോട്ട് പോകാനുള്ള വഴി. ദർ വെഗ് സും ഹോട്ടൽ. Hören Sie, welche Orte nennt der Taxifahrer? Kreuzen Sie an. Nennen. 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 Name. Okay. Kennen. No. Nennen വേറെ എന്തെങ്കിലും വാക്കുണ്ട്. Nennen. Mention. കോൾ വിളിക്കുക. ഇൻഡിക്കേറ്റ്. ഓക്കെ. വെൽഹെ യോട്ട് നെൻറ്റ് ദർ ടാക്സി ഡ്രൈവർ. ഓക്കെ, ആ ടാക്സി ഡ്രൈവർ പറയുന്ന നെയിം ചെയ്യുന്ന അല്ല മെൻഷൻ ചെയ്യുന്ന, മെൻഷൻ എന്നുള്ള വാക്കാണ് ഇതിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ മീനിങ്. ക്രോയ്സൻ സി ആൻ. ഓക്കെ, വി ക്യാൻ ഹിയർ സ്വൈ അല്ലേ. ഓക്കെ. Gut gesagt. Grüßen. Moin. Grüß Gott. Grüezi. ഒന്നും മനസ്സിലായില്ല. ഓക്കെ. Gut gesagt. Grüßen. Aufgabe 5. A. Aufgabe 9c. Das Gut gesagt. Grüßen. Moin. ഓ, ഇതാണത്. Grüß Gott. Grüezi. ഓക്കെ. സ്വൈ ഓക്കെ, ലെറ്റ് മീ ഫിഗർ ഔട്ട്. ഓക്കെ, ഫൈൻ. Aufgabe 2a. Guten Tag. Fahren Sie mich zum Hotel Michel, bitte. Moin. Hotel Michel, okay. Kennen Sie Hamburg? Nein. Aha. Na, das ist also der Bahnhof. Er ist über 100 Jahre alt. Ah ja. Und das hier ist die Kunsthalle. Das ist ein großes Museum. Interessant. Und wie heißt der See? Das hier ist kein See, das ist ein Fluss. Der Fluss heißt Alster. Ach so. Und was ist das? Ist das eine Kirche? Nein, das ist das Rathaus. Ah ja. Aber das ist eine Kirche. Das ist die Michaeliskirche. Wir sagen der Michel. Da vorne ist die Winklerstraße. Da ist das Hotel. Ah, sehr schön. Und was ist das da? ഓക്കെ. ഇവരിതിനകത്ത് Aufgabe 9c. കോൺവെർസേഷനിൽ പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ കേൾക്കാം. Aufgabe 2a. Guten Tag. Fahren Sie mich zum Hotel Michel, bitte. ഗുട്ടൻ ടാഗ്. ഫാറൻസി എങ്ങോട്ടാ പോണ്ടേ? ഹോട്ടൽ മിഖേൽ ബിറ്റ്. Guten Tag. Fahren Sie mich zum Hotel Michel. ഫ്രാൻസി മിഹ് mit dem Hotel Michael bitte. Michel, bitte. Moin. മോയിൻ. ഗുട്ടൻ മോർഗൻ അല്ലെ ഗുട്ടൻ ടാഗ്, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതാണ്. മോയിൻ. മോയിൻ കാഷ്വലായിട്ട് മോയിൻ അല്ലെ ഗുട്ടൻ മോയിൻ എന്ന് പറയും. Hotel Michel, okay. Kennen Sie Hamburg? കെന്നൻ സി ഹാംബുർഗ് എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഹാംബുർഗ് അറിയാമോ? നിങ്ങൾക്ക് ഇവിടെ പരിചയം ഉണ്ടോ? Nein. Aha. 9. Ah. Na, das ist also der Bahnhof. Er ist ആദ്യം ബാനോഫിനെ പറ്റി പറയാം. അസിസ് 100 ബാനോഫിനെ പറ്റി പറയാം. ഇതിനകത്ത് ഈ എക്സസൈസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഹോട്ടലിലേക്കുള്ള വഴി, ഹ്യോറൻ, വെൽഹെ, ഓട്ട്, നെൻദർ. ഓക്കെ, ഇതിനകത്ത് ഈ ടാക്സി ഡ്രൈവർ മെൻഷൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് മാർക്ക് ചെയ്യാം. über 100 Jahre alt. അത് ബാനോഫാണ്.
100 ഇയേഴ്സ് പഴക്കമുണ്ട്. Ah ja. Und das hier ist die Kunsthalle. This here is the Kunsthalle. 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 ആർട്ട് ഗാലറി. ഓക്കെ, ഇപ്പോൾ കൊടുത്തിട്ടില്ല. ക്യൂൻസ്റ്റ് ഹാലെ ആർട്ട് ഗാലറി. Das ist ein großes Museum. Das ist ein großes Museum. Interessant. Und ഓക്കെ, അപ്പോൾ ദസ് ഇസ് ദി കുൻസ്റ്റ്ഹാലെ എന്ന് പറയാം. പിന്നെ പറയാം ദസ് ഇസ് ein großes Museum. അതൊരു വലിയ മ്യൂസിയമാണ്. അപ്പോൾ ആ പുള്ളി പറയാം, ഓ ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസൻറ്റ്. wie heißt der See? വി ഹൈസ്റ്റ് എർ സി. അതിൻ്റെ പേരെന്താ? മ്യൂസിയത്തിൻ്റെ പേരെന്താ? Das hier ist kein See, das ist ein Fluss. വി ഹൈസ്റ്റ് ദ സേ. ആ കടലിൻ്റെ പേര്, സേയുടെ പേരെന്താണ്? സേ, അത് കടൽ. മേയറാണ് സീ. സേ എന്നും പറയില്ലേ? യെസ് പറയും. കടലിന് സേ എന്നും പറയും, മിയർ എന്നും പറയും, മേയർ എന്നും പറയും. അപ്പോൾ ആ കടലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ടാക്സി ഡ്രൈവർ പറയാണ്, ഓ ദസ് ഇസ് നിഷ്ട് സേ, ദസ് ഇസ് eine ഫ്ലൂസ്. അതൊരു റിവറാണ്. Der Fluss heißt Alster. ദസ് ഫ്ലൂസ് ഹൈസ്റ്റ് ആൽസ്റ്റയോ സംതിങ്, ആ റിവറിൻ്റെ പേര്. Ach so. Und was ist das? Ist das eine Kirche? ആഹ് സോ എന്ന് പറയാം. ജർമൻസ് യൂഷ്വലി യൂസ് ദിസ് ലൈക്ക് എ കാഷ്വൽ സ്പീക്കിംഗ്. ആഹ് സോ, ഓ അപ്പം അങ്ങനെയല്ലേ എന്ന് പറയാം. ആഹ് സോ. വസ് ഇസ് ദസ്, എന്താണത്? വസ് ഇസ് ദസ്, ഇസ് ദസ് eine Kirche? അതൊരു പള്ളിയാണോ? Nein, das ist das Rathaus. അത് പള്ളിയല്ല. നൈൻ ഞാൻ നൈനിൽ നമ്മൾ പഠിച്ചില്ലേ? നോ, നൈൻ. ദസ് ഇസ് eine Rathaus. അതൊരു ടൗൺ ഹാളാണ്. ദസ് ഇസ് eine Rathaus, കിർഹയല്ല. Ah ja. യാ യാ യാ. Aber das ist eine Kirche. ആബർ എന്ന് വെച്ചാൽ ബട്ട്. ദസ് ഇസ് eine Kirche, അതൊരു പള്ളിയാണ്. Das ist die Michaeliskirche. ആ പള്ളിയുടെ പേരാണ് ദസ് ഇസ് മിഹായിലെ കിർഹെ. Wir sagen der Michel. Da vorne ist die Winklerstraße. Da ക്ലിയർ ആയില്ല. Kirche. Wir sagen der Michel. Da vorne ist die Winklerstraße. Da ist das Hotel. Ah, sehr അതിനടുത്താണ് ഹോട്ടൽ. അത് ആസ് ദ ഹോട്ടൽ. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ സെൻറ്റൻസ് എനിക്ക് മനസ്സിലായില്ല. schön. Und was ist das da? ഓക്കെ, സോ ദസ് ഇസ് ആലസ്. നമ്മൾ ഒരാളോട് കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ദസ് ഇസ് ആലസ്. ദാറ്റ് ഈസ് എവറിത്തിങ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ദസ് ഇസ് ആലസ്, ദസ് ഇസ് ആലസ്. ഈ ഹ്യോറൻ. നെക്സ്റ്റ്. ഓ, വളരെ ബുദ്ധിപരമായൊരു നീക്കമായിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. ആക്ച്വലി ഈ ഹ്യോറിൻ്റെ ഫുൾ ഡയലോഗും ഇവിടെ എഴുതിയിട്ടുണ്ട്. വെറുതെ മണ്ടത്തരം കാണിച്ചു. ഓക്കെ, നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്യാം. Aufgabe എന്നിട്ട് ഈ കോൺവെർസേഷനിൽ ഗോ ത്രൂ ചെയ്യാം. 2a. Guten Tag. Fahren Sie mich zum Hotel Michel, bitte. Moin. Hotel Michel, okay. Kennen Sie Hamburg? Nein. Aha. Na, das ist also der Bahnhof. Er ist über 100 Jahre alt. Ah ja. Und das hier ist die Kunsthalle. Das ist ein großes Museum. Interessant. Und wie heißt der See? Das hier ist kein See, das ist ein Fluss. Der Fluss heißt Alster. Ach so. Und was ist das? Ist das eine Kirche? Nein, das ist das Rathaus. Ah ja. Aber das ist eine Kirche. Das ist die Michaeliskirche. Wir sagen der Da vorne ist die Winklerstraße. Da ist das Hotel.
Ah, sehr schön. Und was ist das da? Aufgabe 9c. ഓക്കെ. ഓ ഗോഡ്. ഓക്കെ. ശേഷം കിട്ടാത്തത് ഞങ്ങൾ ഓക്കെ മിഖായേലിസ് കിർഹെ എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ ഞങ്ങളതിനെ വിയർ സാഗൻ വിസെ ദർ മിഖൽ അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് ഞങ്ങൾ വിളിക്കുന്നത് ദർ മിഖൽ എന്നാണ്. ദ ഫോർനെ ഇസ് ദി വിങ്ക്ലർ സ്ട്രാസെ. ദ ഫോർനെ അതിന് ഫ്രണ്ടിൽ, ബിഫോർ ദാറ്റ് ദ ഫോർനെ അല്ലേ. ദ ഫ്രണ്ട് ഇസ് ദസ് വിങ്ക് എന്താണ് വിങ്ക്ലർ സ്ട്രാസെ. വിങ്ക്ലർ സ്ട്രാസെ അപ്പോൾ അതിൻ്റെ പേരാണ്. അപ്പോൾ ഈ വിങ്ക്ലർ സ്ട്രാസെ അതിൻ്റെ ഫ്രണ്ടിലാണ്. ദസ് ഇസ് ദസ് ഹോട്ടൽ അഹ്സേർഷോൺ. അപ്പോൾ ഇതിനകത്ത് അവർ ആർട്ട് ഗാലറീനെ പറ്റി പറഞ്ഞു, കിർഹേനെ പറ്റി പറഞ്ഞു, റാറ്റ് ഹൗസിനെ പറ്റി പറഞ്ഞു, ഫ്ലൂഹാഫിനെ പറ്റി പറഞ്ഞില്ല, ഫ്ലുസിനെ പറ്റി പറഞ്ഞു, ബാനോഫിനെ പറ്റി പറഞ്ഞു, ഹാഫിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഓക്കെ. ഗുഡ് ഗെസാക്ട്. Grüße. So sagt man auch für guten Tag in Deutschland, Österreich und der Schweiz. Okay. Guten Tag എന്ന് വെച്ചാൽ ഗുഡ് ഡേ. ഗുഡ് ഡേ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നതിന് ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും പലതാ പറയാറ്. പല സ്ഥലങ്ങളിലും കോമൺ ആയിട്ടും ഗുട്ടൻ ടാഗ് എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ മൊയിൻ എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ഗ്രൂസ് ഗോട്ട്, ഗ്രൂസായി എന്ന് പറയും. അതിൻ്റെയാണ് ഓഡിയോ നേരത്തെ പ്ലേ ആയത്. വിൽ ഹിയർ ദാറ്റ് അഗൈൻ. Gut gesagt. Grüßen. Grüßen. Moin. Moin. Grüß Gott. Grüß Gott. Grüezi. Grüezi. Moin. അതിൻ്റെ Aussprache. Wir müssen das lernen. ഇങ്ങനെയൊക്കെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത് പല പല ഭാഗത്ത്. Gut gesagt. Grüßen. ഗ്രീറ്റ് ചെയ്യുന്നത്. Moin. Grüß Gott. Grüezi. Moin. Grüß Gott. Grüezi. Okay, next one. There, the, thus. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആണാണ്. മാസ്കുലിൻ ആണെങ്കിൽ ദർ, പെണ്ണ് ഫെമിനിൻ ആണെങ്കിൽ ദി, ഒരു വസ്തു നോയിട്രം ആണെങ്കിൽ ദസ്, ഒന്നിൽ കൂടുതൽ, അതിപ്പോൾ മാസ്കുലിനോ ഫെമിനിനോ നോയിട്രോ എന്താണെങ്കിലും പ്ലൂരൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദി. നമ്മൾ പഠിച്ചു ഇങ്ങനെയാണ് ജർമ്മനിൽ ദ എന്ന് പറയുന്ന സാധനം എഴുതുന്നത്. ഇനി ദ ബാനോഫ്, ദ എയർപോർട്ട്, ദ റെയിൽവേ സ്റ്റേഷൻ, ദർ ബാനോഫ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. റാറ്റ് ഹൗസ്, ടൗൺ ഹാള് ദസ്സാന്ന് പഠിച്ചു. ദി കിർഹെ ലാസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ചതാണ്. ഫ്ലുസ് ദറാണ്, ഫ്ലൂസ് റിവർ. ദസ് ഹോട്ടൽ, ഹോട്ടൽ നോയിട്രോ ആണ്. ഫെമിനാണ് എന്ത്, സ്ത്രാസെ, ദി സ്ത്രാസെ. ഓക്കെ. ദർ ബാനോഫ്, ദർ ഫ്ലൂസ്, ദസ് റാറ്റ് ഹൗസ്, ദസ് ഹോട്ടൽ, ദി കിർഹെ, ദി സ്ട്രാസെ. Third exercise. Article. Sammeln Sie Substantiv aus den Kapiteln 1 bis 3. Bilden Sie 3 Gruppen. Gruppe der das eine Person nennt ein Substantiv, die Gruppe mit dem Person. Okay. അതായത് ഓക്കെ, ചാപ്റ്റർ 1 തൊട്ട്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ക്യാപിറ്റൽ എന്ന് വെച്ചാലും ചാപ്റ്റർ എന്ന് തന്നെയാണ്. ചാപ്റ്റർ
അല്ലെങ്കിൽ ലെസൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, അതിൻ്റെ ജർമ്മൻ ലെക്സിയോൺ ഒരു വാക്ക്. പിന്നെ കപ്പിറ്റൽ 2 വാക്ക്. അപ്പോൾ ഈ 1 തൊട്ട് 3 വരെയുള്ള എല്ലാ അതിനകത്ത് നമ്മൾ പഠിച്ച വാക്കുകളെല്ലാം കളക്ട് ചെയ്ത് അതിനകത്ത് ഏതൊക്കെയാണ് ദർ, ദി, ദസ് എന്നുള്ളത് എഴുതി വെക്കാൻ. എന്നിട്ട് 3 ടീമായിട്ട് തിരിക്കാൻ. ഒരു ടീം ദർ, ഒരു ടീം ദസ്, ഒരു ടീം ദർ, പിന്നെ ഒരു ടീം ദി. എന്നിട്ട് ഓരോ വാക്കുകൾ പറയുമ്പോൾ അതേത് ടീമാണോ അവരത് സ്റ്റേ ചെയ്ത് അതിൻ്റെ ആർട്ടിക്കിൾ പറയാം. ഓക്കെ, ടീമെന്നല്ല 3 ടീമായിട്ട് തിരിച്ചിട്ട് ഒരു ഗെയിം പോലെ ഓരോരുത്തർ കൈ പൊക്കി അവർക്കറിയാവുന്ന പോലെ ആർട്ടിക്കിൾ പറയാം. അതാണ് ഈ എക്സസൈസ്. ഇതിനകത്ത് എന്തായാലും എക്സസൈസ് മനസ്സിലായി, നമ്മൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കാം. ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താ? ആർട്ടിക്കിൾ ഇത് തന്നെ, ദ ആർട്ടിക്കിൾ. സാമൽസി കളക്ട് ചെയ്യുക. സുബ്സ്റ്റാൻസീവ് ഔസ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞില്ലേ. ലെസൺ. ബിൽഡൻ എന്ന് വെച്ചാൽ എന്താ? ടു ബിൽഡ്. ഇത് ഭവനല്ലേ. ബിൽഡൻ സീദ്രൈ. ബിൽഡ് എന്ന് വെച്ചാൽ പിക്ചറാണ്, ഇമേജ്, പിക്ചർ. ബിൽഡൻ ഫോം, അത് തന്നെ. ഓക്കെ, ബിൽഡൻ ഉണ്ടാക്കുക. ബിൽഡൻ ഫോം. 3 ഗ്രൂപ്പ്സ്. ദ്രൈ ഗ്രൂപ്പൻ, ഗ്രൂപ്പ്സ്, ദർ ഒരു ഗ്രൂപ്പ്, ദസ് ദി ഗ്രൂപ്പ്. അതിന് ഗ്രൂപ്പ് എൻ ടൈം സബ്സ്റ്റാൻസീവ് ദി ഗ്രൂപ്പ് വിത്ത് ദം പെർസെൻറ്റിന് ആർട്ടിക്കിൾ സ്റ്റേറ്റ് ആവും ഉണ്ട് സാക്തന ആർട്ടിക്കിൾ. ഓക്കെ, ഏത് ആ വാക്ക്. ഇപ്പോൾ ടാക്സി, ദർ ടാക്സി. ഇപ്പോൾ ദർ ഗ്രൂപ്പ് കൈ പൊക്കണം, എന്നിട്ട് ടാക്സി പറയണം. ബാൻ ഓഫ്, ദി സ്റ്റാർട്ട്, ടാക്സി, ദി ടാക്സി, ദർ ടാക്സി. അയ്യോ, ദസ് ടാക്സി, എൻ്റെ പൊന്നെ. ദസ് ടാക്സി. ഓക്കെ, നെക്സ്റ്റ്. ഐനെ. ഓക്കെ, യു മസ്റ്റ് ബി വണ്ടറിങ് വാട്ട് ഈസ് ഐൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. എ എന്ന് പറയില്ലേ, എ ആണ് ഐൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ, എ ആപ്പിൾ എന്ന് പറയാം. അത് നമ്മൾ എഴുതുന്ന ഐൻ അപ്ഫൽ എന്നാണ്. ഇതാണ് എ. എന്ന് എങ്ങനെ ജർമ്മനിൽ എഴുതും? ഐൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു മാസ്കുലിൻ വാക്കാണെങ്കിൽ ദർ അപ്ഫലാണല്ലോ, അപ്പോഴാണ് നമ്മൾ ഐൻ എഴുതണേ. എ ചർച്ച് എന്നാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എ ചർച്ച്. അതിനെന്താ പറയാന്ന് വെച്ചാൽ കിർഹെ എന്നല്ലേ പറയാം. അതിന് ഐൻ്റെ കൂടെ ഒരു ഈയും കൂടെ ആഡ് ചെയ്യും. ഐനെ. ഫെമിനിൻ ആണെങ്കിൽ ഐനേന്ന് എഴുതും. നോയിട്രോ ആണെങ്കിൽ ഐന്ന് എഴുതും. പ്ലൂറൽ ആണെങ്കിൽ, അയ്യോ പ്ലൂറലില്ല, എക്ക് എവിടെയാണ് പ്ലൂറൽ? എ ആപ്പിൾ എന്നല്ലേ പറയുള്ളൂ. എ ആപ്പിൾസ് എന്നൊരിക്കലും പറയില്ലല്ലോ. ഓക്കെ ഓക്കെ ഐനെ ഐൻ. ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, vergleichen Sie die Sätze und ergänzen Sie. ഇപ്പം നമ്മളിത് എഴുതാം. ബാനോഫ്, ദർ ബാനോഫ് ആണ്, അത് ഐനാണ്. ഹോട്ടൽ, ദസ് ഹോട്ടേലാണ്, അത് ഐനാണ്. ഫെമിനിന് ദി സ്ത്രാസയാണ്, അത് ഐനേയാണ്. ഷിഫ്, ദി ഷിഫയാണ്, അത് എ ഷിപ്പ് എന്ന് ഒരിക്കലും പറയില്ല. വാസിസ്തസ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ അത് എഴുതാം. ഫ്ലുസ് എന്തായിരുന്നു? ദർ ഫ്ലുസ് അല്ലേ, അപ്പോൾ ഐൻ ഫ്ലുസ് എന്ന് വരും. കിർഹെ ഐനെ,
ഫോട്ടോസ് ഐൻ ദർ ഫോട്ടോസ് അതർ ദസ് ഫോട്ടോ ആണ് ദർ ഫോട്ടോസ് ഫോട്ടോസ് ദ ഫോട്ടോ ദി ഫോട്ടോസ് ദി ഫോട്ടോസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫോട്ടോസ് ഇതിന് ഇതില്ല. ദി ഫോട്ടോസ് എന്ന് പറയുള്ളൂ, ഐന് എന്ന് പറയില്ല. യാ ദർ ഹോട്ടൽ, യാ ദർ ഫ്ലൂസ് ഹൈസ്റ്റ് സം പേര് ഓഫ് റിവർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൾസ്റ്റർ. ദി കിർഹെ ബാറ്ററി ഇല്ല. ഹൈസ്റ്റ് മിഹേൽസ് കിർഹെ. യാ ദി ഫോട്ടോസ് sind von Hamburg. Ergänzen Sie, lesen Sie den Dialog zu zweit. Was ist das? Ist das ein Hotel? Ja, das ist ein Hotel. Was ist das? What is that? Is that a hotel? Ist das ein Hotel? Ja, yes. Das ist ein Hotel Hafenstraße. Und was ist das? And what is that? Is das ein See? Der See ആണ്. അപ്പോൾ ein See? Nein, das ist ein Fluss. River der ആണ്. Ein Fluss. Der Fluss heißt Alster. Okay. Let me check. അടുത്ത എക്സസൈസ് എന്താ? Schreiben Sie eigene Dialoge wie in Aufgabe 4c und spielen Sie. 4cയിലെ പോലെ ഇതുപോലെ ഒരു ഡയലോഗ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. Schreiben to write, Dialog dialogue, Aufgabe exercise അല്ലെങ്കിൽ വർക്ക്, Spielen to play. Okay. Was ist das? Ist das ein Buch? അതൊരു ബുക്കാണോ? Question mark. Nein, അല്ല. Das ist ബുക്കല്ല, പകരം ഇതെന്താണെന്ന് പറയണ്ടേ? Das ist eine Kleidung. അതൊരു തുണിയാണ്. Das ist eine Kleidung. രണ്ടാമത്തത്. Und was ist das? Ist das ein Handy? അതൊരു മൊബൈലാണോ? ein Handy, das Handy. Ja, das ist ein Handy. Okay. അടുത്തത് അഞ്ചാമത്തത്. Fokale, lang oder kurz. Hören Sie die Wörter und markieren Sie für lang und für kurz. Okay. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർ ഈ മാർക്ക് ചെയ്തേക്കുന്ന ആൽഫബറ്റ്സ് ലോങ് ആയിട്ടാണ് അവർ പ്രൊണൗൺസ് ചെയ്തേക്കെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതുപോലൊരു ഉണ്ടർ ഷ്രിറ്റ്സനും എഴുതുക, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇടുക കുർസാണെങ്കിൽ. ഇങ്ങനെ ഒരു സിമ്പിൾ ഫോർ
ലോങ്ങും ഇങ്ങനെ കുത്തിടുക. പുങ്ക്റ്റ് ഫ്യോർ കുർസു. ഓക്കെ, ഹ്യോറിന് അല്ലേ. ഫ്യുൻഫ് ആ. Gut gesagt. Grüßen. Aufgabe 5. A, Gut gesagt. Aufgabe 5. A oder A? Name. Hafen. Hallo. Danke. Malen. Sprache. E oder Ä? danke അല്ലേ, danke. Lesen. Lernen. Sprechen. Gern. I മനസ്സിലാവുന്നില്ല. oder I? Sie. Sind. Singen. Wie. Bist. Buchstabieren. O oder O? Wohnen. Morgen. Kommen. Montag. Foto. U oder U? Fluss. Gut. Fußball. Russland. Beruf. ഓക്കെ, ഇതിങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഔഷ്പ്രാഹെ നമ്മുടെ പ്രൊണൗൺസിയേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഞാൻ ഓരോ വാക്കും പറയാം, എൻ്റെ ഒപ്പം പറയണേ. നാമെ, നാമെ, നെയിം, പേര്. ഹാഫൻ, ഹാഫൻ. ഹലോ, ഹലോ. ദാങ്കെ, ദാങ്കെ. മാലൻ, മാലൻ. സ്പ്രാഹെ, സ്പ്രാഹെ. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ഇഫ് അവർ പറയുന്ന ഓഡിയോ പ്ലേ ചെയ്തിട്ട് Aufgabe 5. പോസ് ചെയ്ത് ഓരോന്നും പറയാം. ഓക്കെ, പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. A oder A? Name. Name, Name. Hafen. Hafen, Hafen. Hallo. Hallo, hallo. Danke. Danke, danke. Malen. Malen, malen. Sprache. Sprache, Sprache. E oder Ä? Lesen. എ എന്നാണോ എ എന്നാണോ പറയുന്നത്? ലേസൻ, ലേസൻ. Lernen. lernen, lernen. Sprechen. Sprechen, sprechen. Gern. Gern. ആ എർ പ്രൊനൗൺസ് ചെയ്യണേ. ഗെർൺ, ഗെർൺ. I oder I? Sie. Sie, Sind. sind. Singen. Singen, singen. Wie. Wie, Bist. bist.
Buchstabieren. 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 O oder O? Wohnen. 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 ഇത് കുറച്ച് സ്ലോ ആയിട്ടല്ലേ? Morgen. 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 Kommen. 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 Montag. 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 Foto. 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 U oder U? Fluss. Fluss. Fluss എന്ന് വെച്ചാൽ റിവർ. Gut. 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 Fußball. Fußball. Fußball അല്ല. Fußball അല്ല. Fußball. Fußball. Russland. 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 Beruf. 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 Okay. Hören Sie noch einmal langer Vogel, kreisen Sie die Arme. Kurzvogel, klopfen Sie auf den Tisch. Die Arme. Improvised. Klopfen Sie an den Tisch. Klopfen Sie an den Tisch. Knock on the table. Tap on the table. Oh, kreisen Sie die Arme. Kreisen Sie die Arme. Kreisen Sie die Arme. Circle. മനസ്സിലായില്ല. ലോങ് വേർഡ്സ് ആണെങ്കിൽ റൊട്ടേറ്റ് അല്ലെങ്കിൽ സർക്കിൾ യുവർ ആംസ് എന്ന്. നേരെ മറിച്ച് ചെറിയ വാക്കാണെങ്കിൽ നോക്ക് ഓൺ ദ ടേബിൾ. അതൊരു ഗെയിം പോലെ പഠിക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഈ റൊട്ടേറ്റ് യുവർ ആംസ് എന്താണെന്ന് മനസ്സിലായില്ല. ജസ്റ്റ് പറയാം, ഒന്നും കൂടെ കേട്ടിട്ട്. ലോങ്ങർ വേർഡ്സ് ആണെങ്കിൽ നിങ്ങൾ കൈ കറക്കുക. ഷോർട്ട് വേർഡ്സ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ ടേബിളിൽ ഒരു വട്ടം അടിക്കുക. ഓക്കെ. കൈൻ ഗ്ലൂക്ക്. നോ ലക്ക്. Eine Bildgeschichte. ബിൽഡ് എന്താണ്? ബിൽഡ് ഇമേജ്.
പടം, ഇമേജ്. ഗെഷിഷ്ടെ സ്റ്റോറി. ഗെഷിഷ്ടെ സ്റ്റോറി. സ്റ്റോറി പിക്ചർ നോക്കിയുള്ള കാർട്ടൂൺ പോലെ. ബിൽഡ് ഗെഷിഷ്ടെ. പിക്ചർ നോക്കി കഥ മനസ്സിലാക്കണം. സാമൽസി വ്യോട്ടർ അന്തർ ടാഫൽ. ദ ബോർഡ്. ഓ ടാഫൽ അറിയായിരുന്നു. ബോർഡിൽ ഇതിനെ പറ്റിയ വാക്കുകൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ആദ്യത്തെ എന്തുവാ? ഓ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ യേ ഖൈൻ ഫറാഡ് ഷ്നെൽ ദസ് ist ein Bus. No cycle fast, that is a bus. Okay. Bus. Das Bus. ഓക്കെ. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കണക്ട് ചെയ്യാം, ഓരോന്ന് ഏതൊക്കെയാണ്. ആദ്യത്തേത് ഓ 9 കൈൻ ഫാർ കാർട്ടെ. ഫാർ കാർട്ടെ ഇല്ല എന്ന് പറയുന്നത് ഈ ഇമേജിലാണ്, അത് 3. 3 അഹ് നീ കൈൻ ബുസ് ആൾസോ ഷ്നെൽ സുർ ഊബാൻ. ബസ്സില്ല, കൈൻ ബുസ് സ്നെൽ ഷുർ ഊബാൻ. ഓക്കെ. ഊബാൻ. ഓക്കെ. 2. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ട 33 ബസ്സില്ല, വേറെ ബസ് എങ്ങാണ്ട അല്ലേ? അത് ബസ് ഉണ്ടോ? ബസ്സില്ല. അപ്പോൾ വേഗം ഊബാനിലേക്ക് പോകണം എന്നാണ് പറയണേ. വോയിസ് ദർ വെഗ്. വഴി എങ്ങോട്ടാ? ലിങ്സ് ലെഫ്റ്റാണ്. ഗെറാഡ സൗദർ റൈറ്റ്. ഇത് 5. ഇത് 1 ഓൾറെഡി മാർക്ക് ചെയ്തു. ഹൊയ്റ്റെ കൈനെ ടെസ്റ്റ് 6. ഗേ സുഫൂസിയറ്റ്സ് ആബർഷ്ണൽ 4. ഓക്കെ. ആക്ച്വലി പിക്ചേഴ്സ് കണക്ട് ചെയ്ത് നമുക്കൊരു സ്റ്റോറി ഒരു റൈറ്റിംഗ് എഴുതാവുന്നതാണ്. വിൽ ബി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇവരിതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വി ക്യാൻ കണക്ട്. ആദ്യം ഓക്കെ ആദ്യം ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ സ്റ്റോറി വല്ലതും കൊടുത്തിട്ടുണ്ടോ? അവസാനം ഇല്ല. She actually went outside. She wanted to walk fast. Then she decided, okay, she'll go in cycle. Then what happened? When she went to take the cycle, the cycle was broken എന്ന് പറയാം. ഇറ്റ് വാസ് കപ്പൂട്ട്. അപ്പോൾ ഷീ ഡിസൈഡഡ്, ഓക്കെ ഞാൻ ബസ് എടുക്കാം എങ്കിൽ ഓടി എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ ബസ്സില്ല. അപ്പോൾ വാട്ട് ഷീ ഡിസൈഡഡ്, ഓക്കെ എങ്കിൽ ഞാൻ ഊബാൻ എടുക്കാം. അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ്. അങ്ങനെ ബാനോഫിലേക്ക് ഓടി. എന്നിട്ട് ടെർമിനലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫാർ കാർട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല. പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് ആ സ്ഥലത്തെത്തി. പിന്നെ ഈ പോകേണ്ട സ്ഥലം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള വഴി മറന്നു പോവാണ്. ഓക്കെ, ആദ്യം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായി. ലാസ്റ്റ് കണ്ടുപിടിച്ച് ടെസ്റ്റിനെത്തിയപ്പോൾ ടെസ്റ്റ് ഇല്ല. ഹൊയ്റ്റെ കൈൻ ടെസ്റ്റ്. It would have been better if we could write a story about this. Okay, next. Ist das
അൻവ്യോട്ടൻസി. ഓക്കെ. ഇസ് ദിസ് ബുസ് പിക്ചർ നോക്കിയിട്ട് ആൻസർ ചെയ്താൽ. 9 ദസ് ഇസ് കൈൻ ബുസ്. ദസ് ഇസ് ടൈന് ഊബാൻ. അത് ബസ്സല്ല, അത് ഊബാനാണ്. ഇസ് ദിസ് ഐൻ ഔട്ടോ? അല്ല. ദസ് ഇസ് കൈൻ ഔട്ടോ. ദസ് ഇസ് ഐനെ ഐൻ ദർ ഫാറാഡ് അല്ലേ? ദസ് ഐൻ ഫാറാഡ്. സൈക്കിൾ ഫാറാഡ്. ഫാറാഡ്. ഫാറാഡിൻ്റെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഐൻ ഫാറാഡ്. യാ. ഇസ് ദസ് ഐൻ ഹാഫൻ? 9 ദസ് ഇസ് കൈൻ ഹാഫൻ. ദസ് ഇസ് ഐൻ ഫ്ലൂഹാഫൻ. Ist das eine Kirche? Nein. Das ist keine Kirche. Kein Kirche അല്ല, keine Kirche. കാരണം ദി കിർഹയാണ്. Das ist എന്താ അത്? റെയിൽവേ സ്റ്റേഷൻ. ein Bahnhof. സിൻസി സീൻ. ഈസ് ദാറ്റ് കടൽ? 9 ദസ് ഇസ് കൈൻ സീ. ദസ് ഇസ് ഐൻ ഫ്ലുസ്. നെക്സ്റ്റ് links. Rechts geradius. Left rechts. Right straight geradius. Die Wegbeschreibung. The travel map. Hören Sie auf welchem Platz sind Sie bezogen? Was sucht der Mann? Markieren Sie im Plan. Okay. ട്രാവലിംഗ് മാപ്പ് എന്നാണ് ബെഷ്റൈബുങ്ങിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഓഡിയോ കേൾക്കണം. എന്നിട്ട് ഈ പ്ലാനിൽ എവിടെയാണ് ഈ പേഴ്സൺ സെർച്ച് ചെയ്യുന്ന സ്ഥലം എന്ന് മാർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആദ്യം ഹോപ്ഫൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹോപ്ഫൻ മാർക്കറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദി വെഗ്ബെഷ്റൈബുങ് എന്താണെന്ന് നോക്കാം. ദി oder der? ദി Wegbeschreibung. The directions. Okay. The directions. The directions. Wegbeschreibung. Directions. Wegbeschreibung. Directions. Okay. Color pink. Here അല്ലേ? 7A. Okay. Aufgabe 7. Entschuldigung, ich habe eine Frage. Wo ist denn die U-Bahn? Die U-Bahn, ja, das ist ganz einfach. Wir sind hier am Markt. Die U-Bahn ist nicht weit. Gehen Sie geradeaus, dann links und dann rechts. Das ist die Willy-Brandt-Straße. Dann geradeaus und die zweite Straße rechts. Da ist die U-Bahn. Also hier geradeaus, dann links und dann rechts und nochmal rechts? Ja, genau. Vielen Dank. Bitte, gern. ഊബാനാണ് ചോദിച്ചത്, പക്ഷെ അത് കാണാനില്ല. ഞാൻ കണ്ടില്ല ഊബാൻ സ്റ്റാറ്റ്സിയം.
ഷടാ. Aufgabe 7. Entschuldigung, ich habe eine Frage. Wo ist denn die U-Bahn? Die U-Bahn, ja, das ist ganz einfach. Wir sind hier am Markt. Die U-Bahn ist nicht weit. Gehen Sie geradeaus, dann links und dann rechts. Das ist die Willy-Brandt-Straße. Dann geradeaus und die zweite Straße rechts. Da ist die U-Bahn. Also hier geradeaus, dann links und dann rechts und nochmal rechts? Ja, genau. Vielen Dank. Bitte, gern. Vielen Dank, bitte, എനിക്ക് മനസ്സിലായി. പക്ഷേ auf welchem Platz sind Sie Personen? Was sucht der Mann? Markieren Sie im Plan എന്ന് കൊടുത്തിട്ടുണ്ട്. I don't see U-Bahn in this plan. ഇതാണോ? Could be. ഹോഫൻമാർക്കിലാണ് ആൾ നിൽക്കുന്നതെങ്കിൽ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, എന്നിട്ട് ലെഫ്റ്റ് പോവുക, ലിങ്ക്സ്, എന്നിട്ട് റൈറ്റ് പോകാനോ? ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, ലെഫ്റ്റ് പോവുക, റൈറ്റ് പോവുക, വീണ്ടും അടുത്ത റൈറ്റ് പോവുക. ഓക്കെ, മേ ബി, ഐ ആം നോട്ട് ഷുവർ. എന്തായാലും ഈ എക്സസൈസിൽ നമ്മൾ പഠിക്കേണ്ടത് ലിങ്ക്സ് എന്ന് വെച്ചാൽ ലെഫ്റ്റ്, റെക്സ്, റൈറ്റ്, ഗെറാഡസ്, സ്ട്രെയിറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദിസ് ബിക്കോസ് നമുക്ക് അവിടെ ചെന്ന് ഒരാളോട് വഴി ചോദിക്കണമെങ്കിൽ മിനിമം നമ്മൾ ലിങ്ക്സ്, റെക്സ്, ഗെറാഡസ് എങ്കിലും അറിഞ്ഞിരിക്കണം. Hören Sie noch einmal, sehen Sie den Weg in den Plan. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത എക്സസൈസ്. Nach dem Wegfahren spielen Sie zu zweit. Jeder Würfelt zweimal. Das erste Mal für den Start, das zweite Mal für das Ziel. Oh my God. ഈ എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനാണ് ഐ എം ടേക്കിംഗ് ടൈം. ഐ തിങ്ക് സോ. ഓക്കെ, ഇത് വേറൊന്നുമല്ല. ഇത് മറ്റേ നമ്മൾ പഠിക്കാറില്ലേ, പൂച്ചയ്ക്ക് വഴി കണ്ടുപിടിക്കുക, ആ സാധനം. വിച്ച് മീൻസ് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു, സ്റ്റാർട്ടിങ് ഇവിടെ നിൽക്കുന്നു, ഇവിടുന്ന് അവരെങ്ങോട്ടാണോ പറയുന്നത് ആ സ്ഥലത്തേക്കുള്ള റെക്റ്റും ലിങ്ക്സും ഗെറാഡസും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിൻ സി ലിങ്ക്സ്, ഫാറൻ സി റെക്സ് എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റേഡമിറ്റൽസ്, അതിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Entschuldigung, wo ist der Park? Gehen Sie rechts? Vier. Okay. Gehen Sie rechts und dann geradeaus. Das ist der Park. Okay. Gehen Sie rechts, dann geradeaus. Das ist der Park. Vielen Dank. അതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഒരു ഡൈസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, വാട്ടെവർ, ഡൈസിൻ്റെ ആവശ്യമില്ല. ആദ്യത്തേത് എന്തായാലും ഹോട്ടൽ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹോട്ടലിലേക്ക് എങ്ങനെ പോകണം? ഹോട്ടൽ എവിടെ? ഹോട്ടൽ ഇവിടെ. ഉപ്സ്, ഇത് ബ്ലോക്കിംഗ് ഓഫ് വഴിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഗെറാഡസ്, സ്വൈറ്റെ റെക്റ്റ്, then hotel. I don't know how to play this, പക്ഷേ you understand, right? Entschuldigung, wo ist der Hotel എന്ന് ചോദിക്കാം. അപ്പോൾ gehen Sie rechts und dann geradeaus und dann links und dann geradeaus und dann rechts. Das ist das Hotel എന്ന് പറയാം. Vielen Dank. That's it. Next, അടുത്ത എക്സസൈസ്. ഇവൻറ്റ്സ് ഇൻ ഹാംബുർഗ്. ഹാംബുർഗിലെ ഓരോ ഇവൻറ്റ്സ്, കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. തിയേറ്റർ, ഞാൻ പറഞ്ഞു തിയേറ്റർ അല്ല, തിയേറ്റർ, മുസീക്, ഫിലിം, ലേസൺ സി ദി ടെക്സ്റ്റ്, ഓർഡിനൻ സി ദി ഫോട്ടോസ് സു. ഹാംബുർഗർ തിയേറ്റർ ഫെസ്റ്റിവൽ, 12
von 12 bis 18 Oktober. Okay. ഹാംബുർഗ് തിയേറ്റർ ഫെസ്റ്റിവൽ. ഹാംബുർഗിലെ തിയേറ്റർ ഫെസ്റ്റിവൽ. തിയേറ്റർ എന്ന് വെച്ചാൽ മൂവി തിയേറ്റർ മാത്രമല്ല, മൂവി തിയേറ്റർ എന്ന് വെച്ചാൽ കീനോ ആണ്. നമ്മളിവിടെ തിയേറ്റർ വിച്ച് മീൻസ് നമ്മുടെ നാടകം, അതൊക്കെ തിയേറ്ററാണല്ലോ. ആർട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തിയേറ്ററിൽ ഭാഗമാണ്. സോ മൂവി തിയേറ്റർ ആണെങ്കിൽ ഇത് കീനോ എന്ന് പറഞ്ഞേനെ. ഇത് തിയേറ്റർ, ആർട്ട്, ഡ്രാമ, സ്കിറ്റ്, ഇതെല്ലാം പാർട്ട് ഓഫ് തിയേറ്ററാണ്. അപ്പോൾ അവിടെ ഹാംബുർഗിൽ തിയേറ്റർ ഫെസ്റ്റിവലാണ്. എന്നോട്ട് 12 തൊട്ട് 18 ഒക്ടോബർ വരെ. Im Hamburg spielen das Wiener Burgtheater und 3 große Berliner Bühnen zusammen. Das Deutsche Theater, das Maximum Gorki Theater und das Berliner Ensemble. Fritzi Hamberland und Klaus Maria Brandauer sind sie Stars. ആൾക്കാരുടെ പേരാണ്. ഇതുമാണ് ക്ലൗസ് മരിയ ബ്രാൻഡൗവർ und ഫ്രിറ്റ്സി ഹാബർലേൻഡ്. ഇവർ രണ്ടുപേരുമാണ് അതിനകത്ത് സ്റ്റാർ ചെയ്യുന്നത് ആ ഫെസ്റ്റിവലിന്. സെലിബ്രിറ്റീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഷോ ആണ്. ഥാലിയ തിയേറ്റർ und ഹാംബുർഗർ ഷൗസ്പീൽ ഹൗസ്. അപ്പ് എത്ര രൂപയാണ്? 12,50 €. Hamburger Theater Festival .de. Im Hamburg. ഓക്കെ, അടുത്തത് Wiens Konzert der Hamburger Symphoniker 17 Oktober. 27 ഒക്ടോബറിന് കോൺസേർട്ട്. ആ കുട്ടിയുടെ പേരാണ് ഈൻസ്. Classic Mal Anderes by Means Concert Companiert das Orchestra പേര് mit Classic and Rock. Dress Code Nein Danke. Dress Code ഒന്നുമില്ല. Alles ist okay. Von der Jens bis zum Cocktail Kleid apart. Cocktail Music. Leises Halle. ഇത്ര മണിക്ക് €1. ഇമെയിൽ ID. ഇനി ഫിലിം ഫെസ്റ്റ് ഹാംബുർഗ്. Dieses Jahr heißt das Motto des Hamburger Filmfestes Metropolen. Es gibt 12 Filme über das Leben in modernen Großstädten. Eröffnung mit dem Film Soul Kitchen von Fatih Akin. ഈ വർഷം നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മോട്ടോ മെട്രോപോളിൽ നിന്നാണ്. 12 ഫിലിംസ് അവർ ഫിലിം ഫെസ്റ്റിവലിന് പ്ലേ ചെയ്യുന്നുണ്ട്. Modern and Gross States, Big City, The Life in the Modern Big City. ആ മൂവീസ് എല്ലാം ഈ ഒരു ഐഡിയനെ പറ്റിയാണ്. മെട്രോപൊളിറ്റൻ സിറ്റി, വലിയ സിറ്റിയിലെ ലൈഫ് എങ്ങനെയാണ്. ദ സ്ലേബൻ ഇൻ മോഡേൺ ആൻഡ് ഗ്രോസ് സ്റ്റേറ്റൻ. എറോഫ്നിങ് വിത്ത് ദം ഫിലിം സോൾ കിച്ചൺ. സോൾ കിച്ചനാണ് ആദ്യത്തെ തുടങ്ങുന്ന മൂവി. ആ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഫറ്റീഹ് അക്കീൻ എന്ന് പറഞ്ഞ ആളാണ്. അതെൻ്റെ ഇമെയിൽ ID. ഓക്കെ, ഒന്നുമില്ല. ഇതിപ്പോൾ എന്തായാലും എക്സസൈസസ് വെരി സിമ്പിൾ. ഇതും കണക്ട് ചെയ്യുക, വേറെ ഒന്നുമില്ല. എക്സസൈസ് ഇതിനകത്ത് ഓരോ നമ്പർ കണക്ട് ചെയ്യുക. എന്തായാലും തിയേറ്റർ ഫെസ്റ്റിവൽ ഇതൊന്ന്, കോൺസേർട്ട് 3, സോൾ കിച്ചൻ 2. Welche Wörter sind in ihrer Sprache oder in anderen ähnlich markieren sie? Not important. Which എക്സസൈസ് ഇത്രേ ഉള്ളൂ. ഏത് വാക്കാണ് നിങ്ങളുടെ ഭാഷയുമായി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷോ മറ്റ് ഭാഷയുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്തൊക്കെ വാക്കുകളാണ് ഈ കോൺവെർസേഷനിലുള്ളത് അല്ലെങ്കിൽ ഈ പാസേജിലുള്ളത്, അത് മാർക്ക് ചെയ്യാൻ. ഓക്കെ. Notieren Sie das deutsche Wort. Schreiben Sie das Wort auch in Ihrer Sprache. Hören Sie die deutschen Wort. ഓക്കെ, നമ്മുടെ ലാംഗ്വേജിൽ അതെന്താണെന്ന് എഴുതുക. ഈ വാക്കുകൾ കേൾക്കുക, എന്നിട്ട് ഇത് ഡോയ്ഷിൽ എന്താണെന്നുള്ളത് എടുത്തെഴുതാൻ ഓരോ വാക്കുകൾ.
ഓക്കെ, hören. Aufgabe 7. Entschuldigung, ich habe eine Frage. Wo ist denn die U-Bahn? Die U-Bahn, ja, das ist ganz einfach. Wir sind hier am Markt. Die U-Bahn ist nicht... Aufgabe 9c. Das Festival. Der Star. Das Konzert. Das Orchester. Der Film. Das Motto. Aufgabe 9c. Das Festival. ആദ്യത്തെ വാക്ക് ദസ് ഫെസ്റ്റിവൽ, Der Star. ദേർ സ്റ്റാർ, Das Konzert. ദസ് കോൺസെർട്ട്, Das Orchester. ദസ് ഓർക്കസ്ട്ര, Der Film. ദേർ ഫിൽം, Das Motto. ദസ് മോട്ടോ, Die Metropole. ദി മെട്രോപോള്, മെട്രോപോള്. Auf. ഓക്കെ, ഓക്കെ, ഇത് പഠിക്കാം. എന്താണ് ഫെസ്റ്റിവൽ അല്ലേ? ദസ് ഫെസ്റ്റിവൽ, ഫെസ്റ്റിവൽ ദസ് ആണ്, നോയിട്രാണ്. ദസ് ഫെസ്റ്റിവൽ. സ്റ്റാർ, ദർ സ്റ്റാർ, സ്റ്റാർ തന്നെ. കോൺസേർട്ട്, ദസ് കോൺസേർട്ടാണ്. കൊൻസേർട്ട്, ദസ് കോൺസേർട്ട്. ഓർക്കസ്ട്രയും ദസ്സാണ്. ഫിലിം, ദർ ഫിലിമാണ്. മോട്ടോയും ദസ്സാണ്. മെട്രോപോളിൻ, മെട്രോപോളിസ്. ദി വെൽഹെ അന്തേര ഇൻ്റർനാഷണൽ വാട്ടർ ഫിൻസിയം ടെക്സ്റ്റ്. നമ്മൾ ചെയ്യുന്നില്ല. വിച്ച് അതർ ഇൻ്റർനാഷണൽ വേർഡ്സ് ഫൈൻഡ് യു ഇൻ ദ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിൽ നിന്ന് വേർഡ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ മീനിങ് എഴുതാൻ. ആർട്ടിക്കിൾ lernen. Wörterbücher sehen Sie die Beispiele an, wo steht der Artikel markieren Sie. Schiff, das. Ein großes Fahrzeug für das Wasser auf dem Menschenort. Waren transportieren werden. Okay. 10a. Article lernen. ഈ എക്സസൈസിൽ അവർ പറയുന്ന ആർട്ടിക്കിൾ ലേണൻ, ആർട്ടിക്കിൾസ് ലേൺ ചെയ്യുക. ലേണിംഗ് ദ ആർട്ടിക്കിൾസ്. വ്യോർട്ടർബ്യൂഹർ. വ്യോർട്ടർബ്യൂഹർ എന്ന് വെച്ചാൽ എന്താ? ഡിക്ഷണറീസ്. ഡിക്ഷണറീസിൽ എങ്ങനെയാ? നമ്മളൊരു വാക്ക് തരും, ആ വാക്കിൻ്റെ എക്സ്പ്ലനേഷൻ അത് കഴിഞ്ഞ് കൊടുക്കും അല്ലേ? ഷിഫ്, ദസ് ഷിഫ്. ഇനി ഷിപ്പിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കാം. എന്താണ് ഷിപ്പ്? ein großes Fahrzeug für das Wasser. Großes, large. Fahrzeug, vehicle. Large vehicle für das Wasser, for the water. Auf dem Menschen Ort. വേറെ ട്രാൻസ്പോർട്ടിയറൻ വരട്ടെ. ആൾക്കാർ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഗുഡ്സിനെയും മെൻഷനെയും. ദേ മെൻഷൻ പീപ്പിൾ. പീപ്പിളിനെ അല്ലെങ്കിൽ സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഓടുന്ന വണ്ടി, അതാണ് ഷിപ്പ്. ഷിപ്പിൻ്റെ
ഡിക്ഷണറി കൊടുത്തേക്കുക. ഇനി ബുസ്, ബുസ്, ബസ്, ദസ് ബുസ്, ദർ ബുസ്, ദർ ബുസ്, ദർ ബുസ്. ഇനി എന്താണ് ബസ്? ein langes und großes Fahrzeug mit vielen Sitzplätzen, in dem Fahrgäste befördert werden. ഓംനിബുസ്, ഔട്ടോബസ്. അതായത് ഒരു വലിയ നീളമുള്ള, അതൊരു ലോങ്, ഗ്രോസസ് ലാർജ്, നീളമുള്ള വലിയ ഫാർസോയിക് വെഹിക്കിൾ വിത്ത് സിറ്റ്സ് പ്ലേറ്റ്സ്, എന്താ സീറ്റ്, ഫീല്, ലോട്ട് ഓഫ്, ഒത്തിരി ഇരിക്കാനുള്ള സീറ്റ്സ് ഉള്ള ഒരു നീളമുള്ള വലിയ വണ്ടി. ഇൻ വിച്ച് പാസഞ്ചേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ്. ഫോർ എക്സാമ്പിൾ ഓംനിബസ്, ഔട്ടോബസ്. അതുപോലെ നമ്മൾ ഇനി ബാക്കിയുള്ളത് എഴുതണമായിരിക്കും. ഡോക്ടർ, ആർസ്റ്റ് എന്താണ്, സിറ്റി എന്താണ്, ഷൂള എന്താണ്, മേയർ എന്താണ്, നമ്മൾ ബാക്കി എഴുതണം. എന്നാണ് എക്സസൈസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ എന്താണ്. ഓക്കെ, നമുക്ക് ദർ ആർസ്റ്റ്, ഡോക്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ എഴുതാം. ദർ ആർസ്റ്റ്, ein Arzt, a doctor, ist eine Person, die krank Menschen untersucht und behandelt. അടുത്തത് എന്താ? ഇതിൻ്റെ മീനിങ് ആണെങ്കിൽ ഡോക്ടർ ഈസ് എ പേഴ്സൺ ഹു untersucht untersuchen, to examine, behandeln, to treat sick people. അതാണ് ദർ ആർസ്റ്റ്. അടുത്തത് രണ്ടാമത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു? ദി സ്റ്റാർട്ട്, സിറ്റീനെ പറ്റി. എ സിറ്റി, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചതാണ്, ഇംഗ്ലീഷിൽ എഴുതി പോയി. eine Stadt ist ein großer Ort. Ort എന്ന് വെച്ചാൽ സ്ഥലം. മിറ്റ് എന്ന് വെച്ചാൽ വിത്ത്. ഫീലൻ മെൻഷൻ. Häusern, Straßen und Geschäfte. ഇതാണ് സിറ്റീനെ പറ്റിയുള്ള ഡെഫിനിഷൻ. ഇനി ഓർട്ട്, പ്ലേസ്, മെൻഷൻ, people, Häusern, houses, ഹൗസിൻ്റെ പ്ലൂറൽ Häusern, Straßen, streets, Geschäften, shops. ഓക്കെ, അടുത്തത്
ദി ഷൂളെ. ദി ഷൂളെ സ്കൂൾ. സ്കൂളിനെ പറ്റി ഡെഫിനിഷൻ എന്താ ചെയ്താ? ദി ഷൂളെ ist ein Ort, wo Kinder und Jugendliche lernen. ഇതിനകത്ത് എന്തെങ്കിലും പുതിയ വാക്കുണ്ടോ? കിൻഡർ, ചൈൽഡ്, കിൻഡർ ചിൽഡ്രൻ, യൂഗൻലിഹെ ടീനേജേഴ്സ്. ലേണൻ എന്താ? ടു ലേൺ. ഷൂളെ സ്കൂൾ. ബാക്കിയെല്ലാം ഓക്കെ. ഇനി അടുത്തത് ദസ് മേയർ. കടൽ, സീ. കടലിൻ്റെ ഡെഫിനിഷൻ എന്താ? ദസ് മേയർ ist ein sehr großes Wasser. Es gibt viele Meere auf der Erde. Dann definition. Der Erde. എർത്ത്. എർത്തിന് പറയണ ദർ എർഡെ. മേയർ കടൽ, വാസർ എന്താ? വാട്ടർ. എസ്കിപ്റ്റ്. സ്കിപ്റ്റ് എന്ന് വെച്ചാൽ ദർ ഈസ്. ഫീലെ ലോട്ട് ഓഫ്. ഓക്കെ. Schreiben Sie die Wörter in den Tabelle. എഴുതണമെങ്കിൽ എഴുതാം. Der Arzt, das Meer, die Schule, der Stadt, das Schiff. അയ്യോ തെറ്റിപ്പോയി. ദി സ്റ്റാർട്ട്, ദർ ബുസ്. അടുത്ത എക്സസൈസ് എൽഫ്. Das Artikel Bild. Schreiben Sie die Wörter mit Artikel in die Zeichnung. Merken Sie sich die Artikel mit Hilfe von Farben. Der Blau, das Grün, die Rot. ഓക്കെ. അപ്പോൾ ബ്ലൂ ആണെങ്കിൽ മാസ്കുലിൻ ആയിരിക്കും, ദെറാണ്. ഗ്രീൻ ആണെങ്കിൽ ദസ്സാണ്. റെഡ് ആണെങ്കിൽ ദി ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ. ഇത് ഹോട്ടൽ, ദസ് ഹോട്ടൽ, പച്ച കളറല്ലേ. ഇത് ദസ് ഔട്ടോ. ഇതെന്താ? സിറ്റി ആയിരിക്കും. ഗ്രീൻ കളർ മാത്രം നോക്കാം. ഇതെന്താ? അല്ല ദസ് റാറ്റ് ഹൗസ് ആയിരിക്കും. റാറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. ഗ്രീൻ തന്നല്ലേ? ഇവിടെ ദസ് ഫാറാഡ്. ഫാറാഡ് ദസ്സാണോ?
ദസ് ഫാറാഡ് ആണല്ലേ, നമ്മളിവിടെ പഠിച്ചില്ലേ? അല്ലല്ലോ, ഇതൊരു സൈക്കിളല്ലേ? സൈക്കിൾ ദർ ഫാറാഡ്. The cycle, der Cyklus, Kreislauf. Ich verstehe das nicht. Flughafen, der Flughafen, the Hafen, ഇതും der Hafen. പിന്നെ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ, പാർക്ക്, ദർ പാർക്ക്. ഇത് കിർഹെ, ദി കിർഹെ, ദി സ്റ്റാർട്ട്, ദി വെഗ് അല്ലേ? വഴി. റോഡിന് എന്താ പറയുന്നത്? The road, die Straße, okay, weg, die Straße, die U-Bahn, ബാനൂഫ് എവിടെ? അങ്ങനെ വഴിയില്ലല്ലോ. അയ്യോ. നെക്സ്റ്റ് ദർ ഫിലിം. ഇത് വീഡിയോ കണ്ട് സോൾവ് ചെയ്യേണ്ടത്. ഐ എം നോട്ട് ഗോണ പ്ലേ ദ വീഡിയോ, സോ വി കൻ സ്കിപ്പ് ദിസ്. ഇത് ഈ ചാപ്റ്ററിലെ ഗ്രാമർ ഒന്ന് സമ്മറൈസ് ചെയ്തേക്കണേ. വാസ് ഇസ് ദസ്, ദസ് ഇസ് ദർ ഹാഫൻ, വാസ് ഇസ് ഐൻ മാർക്കറ്റ്, യാ ദസ് ഇസ് ദർ ഫിഷ് മാർക്കറ്റ്. നമ്മൾ ഓൾറെഡി ചെയ്ത എക്സസൈസസ് ആണ്. ഇതിനകത്ത് ഗ്രാമാറ്റിക് പോർഷൻ ദർദി ദസ്തി ഐൻ ഐൻ ഐനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ആണാണെങ്കിൽ ദർ, പെണ്ണാണെങ്കിൽ ദി, നോയിട്രാണെങ്കിൽ ദസ്, പ്ലൂറലാണെങ്കിൽ ദി. ജർമ്മനിൽ എല്ലാ വാക്കുകൾക്കും ഒരു ജെൻഡറുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഒരു ജെൻഡറുണ്ട്. ഇനി ദറാണെങ്കിൽ നമ്മൾ എ പറയുമ്പോൾ ഐ എന്ന് പറയും, പെണ്ണാണെങ്കിൽ ഐനേ എന്ന് പറയും, നോയിട്രാണെങ്കിൽ ഐ എന്ന് പറയും. പ്ലൂറൽ ഒരിക്കലും പറയില്ല, കാരണം എ ആപ്പിൾസ് നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ, അതുകൊണ്ട് പറയില്ല. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് ലിങ്ക്സ്, റെക്സ്, ഗെറാഡസ്, സ്ട്രെയിറ്റ്. ഗെയിൻസി ലിങ്ക്സ്, ഗെയിൻസി റെക്സ്, ഫാറൻസി ലിങ്ക്സ്, ഫാറൻസി റെക്സ്, ലിങ്ക്സ് റെക്സ്, ലിങ്ക്സ് റെക്സ്. പിന്നെ ഈ ചാപ്റ്ററിലെ ഒരു ഗ്രാമർ പോർഷനാണ് ഉൻ റേഗൽ മേസിക വെർബൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെഗുലർ വെർബ്സ് പഠിച്ചു. ഒരു നോർമൽ വെർബ് ആർബൈറ്റൻ എന്ന് പറഞ്ഞൊരു വെർബ് എങ്ങനെയാണ് കോഞ്ചുഗേറ്റ് ചെയ്യേണ്ടത്. ഇഹ് വന്നു കഴിഞ്ഞാൽ അത് ആർബൈറ്റേ എന്നാവും. ദു വന്നു കഴിഞ്ഞാൽ അത് ആർബൈറ്റസ്റ്റ് എന്നാവും. RCS വന്നു കഴിഞ്ഞാൽ ആർബൈറ്ററ്റ് എന്നാവും. വിയർ ആർബൈറ്റൻ എന്നാവും. ഇയർ ആർബൈറ്ററ്റ് എന്നാവും. CC ആർബൈറ്റൻ എന്നാവും. ഇതാണ് ഒരു റൂള്. എങ്ങനെയാണ് വന്നത്? ഇഹ് ആണെങ്കിൽ നമ്മൾ ഇ ആഡ് ചെയ്യും, ദു ആണെങ്കിൽ ST ആഡ് ചെയ്യും, RCS ആണെങ്കിൽ വെറും T ആഡ് ചെയ്യും,
വിയർ ആണെങ്കിൽ ഇ എൻ തന്നെ, അതായത് ആ വാക്ക് തന്നെ. ഇയർ ആണെങ്കിൽ ഇ ടി ആഡ് ചെയ്യും. സി സി ആണെങ്കിൽ ഇ എൻ ആഡ് ചെയ്യും. ഈ എൻഡിങ് ഇതിൻ്റെ സ്റ്റെമ്മിനോട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വെർബ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ നിയമം. ഇനി നിയമം അനുസരിക്കാതെ ഈ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ആൾക്കാരെയാണ് ഇർറെഗുലർ വെർബുകൾ അല്ലെങ്കിൽ റെഗാൽ മേസികെ വെർബൻ എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ എക്സാമ്പിളാണിത്. ഫാരൻ, ഇവർ ഫാറെ കറക്റ്റായിട്ട് റൂള് ഫോളോ ചെയ്തു. പക്ഷേ ഫേർസ്റ്റ് കണ്ടോ, ആ എന്നുള്ളത് ആ ഉംലൗട്ടായിട്ട് മാറി. ദൂ ഫോമിലും RCSലും ബാക്കിയൊക്കെ കറക്റ്റാണ്. ഇവർ റെഗുലർ വെർബ്സ് എപ്പോഴും മാറ്റം വരുന്നത് ദൂ ഫോമിലും RCSലും മാത്രമാണ്. ഇപ്പോൾ ഗേബൻ, ഗേബെ, ദൂ ഗിപ്സ്റ്റായി, ഈ എന്നുള്ളത് ഐ ആയിട്ട് മാറി, ഇത് ഗിപ്റ്റായി. ലേസൻ, ലീസ്റ്റ്, ഐ ആയി, ലീസ്റ്റ്. സ്പ്രെഹൻ, സ്പ്രിഹ്സ്റ്റ്, സ്പ്രിഹ്റ്റ്. ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ എന്താണ് ഇവരുടെ ചേഞ്ച് എന്ന് ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. ഇതാണ് റേഗൽ മേസിക വെർബൻ. നോർമൽ വെർബിന് എന്താ പറയുക അപ്പോൾ? റേഗൽ മേസികെ വെർബൻ. റേഗൽ മേസികെ വെർബനും റേഗൽ മേസികെ വെർബനും. നെക്സ്റ്റ് ഇറ്റ്സ് ലൈക്ക് എക്സാം പ്രൂഫും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത്രയാണ് ചാപ്റ്റർ 3. ഓക്കെ, ചാപ്റ്ററിൽ കൂടുതലും കുറേ വേർഡ്സ് നമ്മൾ പഠിച്ചു. ഗ്രാമർ പോർഷൻസ് വരുന്നത് ഈ ലേൺസിയിൽ നോക്കിയേ. പ്ലേറ്റ്സെ സ്ഥലങ്ങൾ, ഉണ്ട് പ്ലേറ്റ്, നല്ല കളർ. ഓക്കെ, മൈ ബാഡ്, ഇവിടുത്തെ പ്രശ്നം. പ്ലേറ്റ്സെ പ്ലേസസ്, ഗെബോയിഡെ ബിൽഡിംഗ്, അതിൻ്റെ പേരുകൾ. ഫ്രാഗൻ ടു ആസ്ക്, ഓർട്ട് സ്ഥലം. ടെക്സ്റ്റ് ഐനർ ബിൽഡ് ഗെഷിഷ്ടെ സിയോർണൻ, ബിൽഡ് ഗെഷിഷ്ടെ പിക്ചർ സ്റ്റോറി, അത് സിയോർണൻ ചെയ്യുക, ഓർഡർ ആക്കുക. ഡിങ്ങെ എർഫ്രാഗൻ, ഡിങ്ങെ എർഫ്രാഗൻ, ഡിങ്ങെ എർഫ്രാഗൻ. ആസ്ക് ഫോർ തിങ്സ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുക. ഫെർക്കേസ് മിറ്റൽ, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് സുഗ്, ബുസ്, വണ്ടികൾ, ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്. ഫെർക്കേസ് മിറ്റൽ. യുഫൻലിഹെ ഫെർക്കേസ് മിറ്റൽ എന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട്. യുഫൻലിഹെ ഫെർക്കേസ് മിറ്റൽ. Yeah. So യുഫൻലിഹെ ഫെർക്കേസ് മിറ്റൽ. അതുപോലെ ഫെർക്കേസ് മിറ്റൽ ബെന്നൻ ചെയ്യും. ബെ നെന്നൻ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് നെന്നൻ. എന്താണ് ബേ നെന്നൻ? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ബേ നെന്നൻ. അതെ, സെയിം മീനിങ് ആണ്. മിക്കപ്പോഴും ബേ എന്ന് ആഡ് ചെയ്യുമ്പോൾ അതേ മീനിങ് തന്നെയാണ് വരാറ്. ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ നെയിം. നാഹ്തേം വെഗ് ഫാറൻ ഉണ്ട്, ഐനൻ വെഗ് ബെഷ്റൈബൻ. ഓക്കെ, ഒരു ട്രാവൽ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ടെക്സ്റ്റേ മിറ്റ് ഇൻ്റർനാഷണൽ വാട്ടർ ഫസ്റ്റേൻ. ഓക്കെ, ഫസ്റ്റേൻ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറയാം ഫസ്റ്റേൻ സി. Did you understand? Verstehen Sie? Did you understand? Did you understand what I said? Haben Sie verstanden, dass ich gesagt habe? Haben Sie verstanden? Verstanden Sie? Okay. Verstanden Sie? Ja, ich verstehe. ആർട്ടിക്കിൾ പഠിക്കുക. ദർ, ദി, ദസ്, ഐൻ, ഐനെ, ഐ.
കൈൻ നമ്മൾ ആക്ച്വലി പഠിച്ചില്ലല്ലോ ഇതിനകത്ത്. ഇമ്പരാറ്റീവ് മിറ്റ് സി ഒന്നുമില്ല. മറ്റേ സാധനം ഗെൻസി റെക്സ്, അതാണ് ഒരു ഇമ്പരാറ്റീവ് എന്നുള്ള ഉദ്ദേശിച്ചത്. കമാൻഡ്, നേരെ പോകൂ, വലത്തോട്ട് പോകൂ, അങ്ങനെയുള്ള കമാൻഡുകൾ പറയുമ്പോൾ അതിന് ഇമ്പരാറ്റീവ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. റെക്സ്, ലിങ്സ്, കെറാട്ടസ്. കൈൻ നമ്മൾ ആക്ച്വലി നമ്മൾ പറഞ്ഞില്ല, പക്ഷേ ഇറ്റ്സ് വെരി ഈസി. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ഹാവ് എ ആപ്പിൾ എന്നെങ്ങനെ പറയണേ? ഇഹ് ഹാബെ ഐൻ ആപ്പിൾ. ഇനി ഐ ഡോണ്ട് ഹാവ് എ ആപ്പിൾ, അത് നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഹ് ഹാബെ ഐനേക്ക് പകരം കൈൻ ഐനെയല്ല ഐൻ, കൈൻ ആപ്പിൾ എന്ന് പറയും. ഐൻ ആപ്പിൾ, കൈൻ ആപ്പിൾ. ഒരാപ്പിൾ, ആപ്പിളില്ല. ഇനി നേരെ മറിച്ച് ഈ ആപ്പിളിൻ്റെ സ്ഥാനത്ത് ദീ വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് പറയൂ. ദീ വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഒന്ന് പറയൂ. ഫിഷ്. ഒരു എക്സാമ്പിളിന് പോലും ഐ ഹാവ് എ ക്യാറ്റ്. ഐ ഹാവ് എ ഐനെ കാറ്റ്സെ എന്ന് പറയും. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ ക്യാറ്റ്, എനിക്ക് പൂച്ചയില്ല. ഐ ഹാവ് എ കൈനെ കാറ്റ്സെ. അതാണ് ദറ് വ്യത്യാസം, ദിയിലേക്ക് വ്യത്യാസം, ഈ ആഡ് ചെയ്ത്. ഇനി നോയിട്ര ആണെങ്കിലോ അത് ദസ്, അതിനെന്തായിരുന്നു? ഐൻ തന്നെ. അപ്പോൾ ഐ ഹാവ് എ ബുക്ക് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ ഐൻ ബുക്ക് എന്ന് പറയും. ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്, എൻ്റെ ഒരു ബുക്കില്ല. ഐ ഹാവ് എ കൈൻ ബുക്ക് എന്ന് പറയും. കാരണം നോയിട്ര ആണെങ്കിൽ ഐനും കൈനുമാണ് വാക്ക്. ഇനി പ്ലൂറലില്ല, അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് കൈൻ, ഖൈനെ, കൈൻ. Das ist alles über diese Lektion. ഈ ചാപ്റ്ററിനെ പറ്റി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും കാര്യം ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരണം, നിങ്ങൾ ട്രെയിൻ ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. Alles Gute. Dankeschön. Tschüss.